ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പ്ലാന്റ് അഗാവെ പ്ലാന്റ് ആണ്, അതല്ലെങ്കിൽ സെഞ്ചുറി പ്ലാന്റ്. ഇത് നേറ്റീവ് പ്ലേസ് മെക്സിക്കോ ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവായ പ്ലാന്റ് ആണ്. എന്നാലും ഇതിൻ്റെ ഒരു വലിയൊരു പ്ലാന്റ് മാത്രം മതി നമ്മുടെ ഗാർഡനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോകല്ലേ. ഇതാണ് അഗേ അമേരിക്കാന അല്ലെങ്കിൽ സെഞ്ചുറി പ്ലാന്റ്. അധികം വെള്ളം ആവശ്യമില്ലാതെ സൺലൈറ്റിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. 4 മീറ്ററോളം വലുപ്പം വയ്ക്കുന്ന വലിയൊരു കുറ്റിച്ചെടിയാണ്. ആനക്കൈത എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പലവിധ ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ്. മെക്സിക്കൻ വംശജനായ ഈ ചെടി ഒരു അലങ്കാര സസ്യമായിട്ട് ഇപ്പോൾ പല നാടുകളിലും എത്തിയിട്ടുണ്ട്. ഇത് പൂർണ്ണ വളർച്ചയെത്താൻ 10 വർഷത്തോളം എടുക്കും. ഇത് പൂർണ്ണ വളർച്ച എത്തിയ ശേഷമാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നത്. ഒരിക്കൽ മാത്രമേ ഇത് പൂക്കളുണ്ടാവുകയുള്ളൂ. പൂക്കളിട്ട് കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോവുകയും ചെയ്യും. ചെടിയുടെ അടിഭാഗത്തു നിന്നും വലിയ തണ്ട് മുകളിലേക്ക് വളർന്നു വരും. അതിൻ്റെ 4 ഭാഗത്തും പൂക്കൾ കുലകളായിട്ടാണ് ഉണ്ടാവുക. പൂക്കൾ ഏകദേശം 4 മാസത്തോളം ഇരിക്കും. അതിനുശേഷം കായകളായിട്ട് മാറും. കായകൾ ബൾബിൾ എന്നാണ് വിളിക്കുക. കായകൾ മൂത്ത് പാകമായിട്ട് അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അത്രമാത്രമേ ഈ ചെടിക്ക് ആയുസുള്ളൂ. പിന്നീട് കായകളിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടായിട്ട് വരുന്നു. ഇതല്ലാതെ ഈ ചെടിയുടെ അടിഭാഗത്തു നിന്നും പുതിയ തൈകൾ ഉണ്ടായിട്ട് വരും. അത് സെപ്പറേറ്റ് ചെയ്തിട്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഈ പ്ലാന്റിൻ്റെ ധാരാളം സ്പീഷ്യസും ഇപ്പോൾ കിട്ടാനുണ്ട്. വെരിഗേറ്റഡ് ഐറ്റംസും ഫുൾ ഗ്രീൻ കളറും ക്രീമും ഓഫ് വൈറ്റ് കളറും ഒക്കെ ഇതിലുണ്ട്. ഇത് നല്ല ഉയരം വെച്ചിട്ട് അറ്റം കൂർത്തിരിക്കുന്ന ഒരു ചെടിയാണ്. ഇത് ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ പ്ലാന്റ് ആയിട്ടാണ് ഇരിക്കുക. എന്നാൽ ഇതൊന്ന് മുറ്റത്തേക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല വലുതായിട്ട് വളർന്നു വരും. തെക്കേ അമേരിക്കയിലെല്ലാം ഈ ചെടി കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഔഷധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് അവരിതിനെ മരുന്നിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനിടയിൽ നിന്ന് ധാരാളം നാരുകൾ ലഭിക്കുന്നത് കൊണ്ട് വിദേശ രാജ്യങ്ങളിലെ ആദിവാസികൾ ഇതിനെ ഇലകൾ ഉണക്കിയിട്ട് നൂലുകൾ ഉണ്ടാക്കി വസ്ത്രനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് നല്ല കൂർത്ത മുള്ളുകളാണ് ഉള്ളത്. പണ്ട് കാലത്ത് ഇതിൻ്റെ മുള്ളുകൾ പൊട്ടിച്ചെടുത്ത് എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊരു സെക്യുലന്റ് ഫാമിലി വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അധികം ആവശ്യമില്ല. നല്ല വെയിലാണെങ്കിൽ ആഴ്ചയിലൊരിക്കൽ നനച്ചു കൊടുത്താൽ മതി. കാക്ടസിൻ്റെ പോട്ടി മിക്സ് തന്നെ പോട്ട് ചെയ്താൽ മതി. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഈ മിക്സിലും പോട്ട് ചെയ്യാം. 10 വർഷത്തിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ 10 മുതൽ 16 വർഷത്തിനിടയ്ക്ക് പൂക്കളിടും. ഓരോ വെറൈറ്റിയിലും ഓരോ പോലെയാണ് പൂക്കളിടുന്നത്. അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് പൂക്കളിടുന്ന ഡ്യൂറേഷനും വ്യത്യസ്തമായിരിക്കും. ഇത്രയും വർഷത്തിന് ശേഷം പൂക്കളിടുന്നത് കൊണ്ട് ഇത് വളരെ പ്രത്യേകത ഉള്ളത് തന്നെയാണ്. പൂക്കൾ നിറയെ കുലകളായിട്ടാണ് ഉണ്ടാവുന്നത്. അഗേ അമേരിക്കാന എന്നീ പ്ലാന്റിൽ നല്ല മഞ്ഞ കളറിലാണ് പൂക്കളുണ്ടാകുന്നത്. ഈ പ്ലാന്റ് നമ്മൾ നട്ടു വളർത്തുമ്പോൾ കുറച്ചധികം സ്പേസ് കൊടുത്തിട്ട് വേണം വളർത്താൻ. ഇതിന് വളരാൻ കുറച്ചധികം സ്പേസ് വേണം. ഈ പ്ലാന്റ് ഒന്നാണ് ഉള്ളതെങ്കിൽ പോലും ഗാർഡനിൽ കാണാൻ മാത്രം നിറഞ്ഞിരിക്കും. ഇത് അധികമായിട്ടും കണ്ടുവരുന്നത് പാർക്കുകളിലും വലിയ ക്യാമ്പസിലും ഓഫീസുകളിലും ഒക്കെയാണ്. ഇതിൻ്റെ ചെറിയ ടൈപ്പും ഡിഫറെൻറ്റ് കളേഴ്സും ഉള്ളതുകൊണ്ട് നമ്മുടെ ഗാർഡനിലും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വിട്ട് കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് വളർത്തി നോക്കാം. അപ്പോൾ അഗേവ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊന്ന് വാങ്ങിയിട്ട് ഒന്ന് ഗാർഡനിൽ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.